أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. صدق الله العظيم. സൂറത്തു നൂർ 16, 17, 18. വലൗല ഇത് സമയത്തുമൂഹു, അത് കേട്ടപ്പോൾ എന്തുകൊണ്ട് ഉണ്ടായില്ല, വലൗല എന്തുകൊണ്ടില്ല, ഇത് സമയത്തുമൂഹു നിങ്ങളത് കേട്ട അവസരത്തിൽ കുൽത്തും നിങ്ങൾ പറഞ്ഞു, അഥവാ അത് കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, മാ യകൂനുലന ഞങ്ങൾക്ക് പാടുള്ളതല്ല, അൻ നതകല്ലമ ഞങ്ങൾ സംസാരിക്കുന്നത്, ബിഹാദ ഇത്, സുബ്ഹാനക സുബ്ഹാനല്ലാഹ്, ഹാദ ഇത്, ബുഹ്താനുൻ ദുഷ്പ്രചരണമാകുന്നു അല്ലെങ്കിൽ ദുരാരോപണമാകുന്നു, അലീം ഗുരുതരമായ. യഇലുക്കുമുല്ലാഹു അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, അൻ തഊദു നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ലിമിസ്ലിഹി ഇതുപോലുള്ളതിനെ, അബദ ഒരിക്കലും, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ, വയുബയ്യിനുല്ലാഹു അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി, വയുബയ്യിനുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു, അൽ ആയാത്ത് ആയത്തുകൾ, വല്ലാഹു അലീമുൻ ഹക്കീം അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമത്രേ. പറഞ്ഞു വരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ ദുഷ്പ്രചരണത്തിനെതിരെ, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ ഒട്ടും അറിവില്ലാത്ത കാര്യങ്ങൾ വളരെ ലാഘവബുദ്ധിയോടുകൂടി നിസ്സാരമായി കണ്ട് ഇങ്ങനെ നാക്കിലൂടെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് കേൾക്കുമ്പോൾ എന്താണ് വേണ്ടിയിരുന്നത്, അതാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. നേരത്തെ മുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലൗലാ ഇത് സമയത്തുമോഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ. എന്തുകൊണ്ട് മുഅ്മിനുകൾ അത് കേട്ടപ്പോൾ അവരെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല, എന്നിട്ട് ഇത് ദുരാരോപണമാണ് എന്ന് പറയുകയും ചെയ്തില്ല എന്ന് അവിടെ ചോദിച്ചു. പിന്നെ അവരെന്തുകൊണ്ട് തെളിവ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആവർത്തിക്കുകയാണ്. ആവർത്തനം ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപദേശങ്ങൾ ആവർത്തിക്കുക എന്നത് സാധാരണ സംഭവമാണല്ലോ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. അല്ലാഹു തആല പലതവണ പറയുകയാണ്. ചില സംഭവങ്ങളൊക്കെ ചില സൂറത്തുകളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അതുപോലെ വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ എന്നത് ഓരോ വാചകത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം കാരണം, എന്നതുപോലെ പ്രാധാന്യം കാരണം മറ്റൊരു ശൈലിയിൽ ആവർത്തിക്കുകയാണ്. അത് കേട്ടപ്പോൾ നിങ്ങൾ വേണ്ടിയിരുന്നത് എന്താണ്, ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇത് ഞങ്ങൾക്ക് പറയാനേ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനേ പാടില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് കേട്ടപ്പോൾ. യഥാർത്ഥത്തിൽ വിശ്വാസികൾ വേണ്ടിയിരുന്നത് അതാണ്. വളരെ മാന്യന്മാരായ ആളുകളെക്കുറിച്ച് ഒരു സാധ്യതയും ഇല്ലാത്ത ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതേ സംബന്ധിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനേ പാടില്ല എന്ന് പറയുകയായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് വളരെ ആശ്ചര്യവും അത്ഭുതവും ബേജാറും എല്ലാം വരുമ്പോൾ പറയുന്ന സംഗതിയാണല്ലോ സുബ്ഹാനല്ലാഹ് എന്നത്. അതിനാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ പറയുന്നതല്ല, ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് പറയുന്നതാണ്. ഹാദാ ബുഹ്താനുൻ അലീം, ഇത് വ്യക്തമായ ബുഹ്താൻ. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ
ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് കുറ്റം പറയാം. ബുഹ്താനും അത് തന്നെയാണ്, പക്ഷേ ഗുരുതരമായ ഗൈബത്താകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ, ഇപ്പോൾ ഖുർആനിൽ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, അള്ളാഹു താല സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നു, നീ റബ്ബാണ് അന റബ്ബുക്കുമൽ അഅ്ല എന്ന് വാദിക്കുന്ന നമ്രൂദ് നീ വിചാരിക്കുകയാണ് നീ എന്നാൽ അതൊന്ന് പടിഞ്ഞാറുന്നാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഫബുഹിതല്ലദീ കഫർ, പിന്നെ നിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി, ഒന്നും പറയാനില്ലാതെയായി. അങ്ങനത്തെ ആരോപണമാണ്. കേൾക്കുന്നയാൾ അന്താളിച്ചു പോകുന്ന, പ്രതികരിക്കാൻ കഴിയാതെയായി പോകുന്ന ആരോപണങ്ങൾ. അതാണ് ബുഹ്താൻ എന്ന് പറയുന്നത്. രണ്ടും പരദൂഷണത്തിന്റെ കൂടിയ ഐറ്റം എന്നർത്ഥം. അതാ ബുഹ്താനുൻ അലീം, ഇത് ഗുരുതരമായ ദുരാരോപണം തന്നെയാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? യഅ്ലുക്കുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദ, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു അൻ തഊദൂ ലിമിസ്ലിഹി, ഇതുപോലുള്ളതിലേക്ക് മടങ്ങരുതെന്ന് എന്നാണ്, മടങ്ങാതിരിക്കാൻ എന്നാണ് അർത്ഥം, അഥവാ ആവർത്തിക്കരുതെന്ന്. അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നതുപോലെ അൻ തഊദു എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം പറഞ്ഞാൽ ആവർത്തിക്കാൻ എന്നാണ് കിട്ടുക. ഉദ്ദേശം ആവർത്തിക്കാതിരിക്കാൻ എന്നാണ്. അറബിയിൽ അൻ തഫ്അലു എന്ന് പറഞ്ഞാൽ അല്ലാ തഫ്അലു എന്ന് അർത്ഥം വെക്കുന്ന പതിവ് ധാരാളമായിട്ടുണ്ട്. മലയാളത്തിലും ഉണ്ട്. ദാഹിക്കുന്നതിന് വല്ലതും കുടിക്കുക എന്ന് പറഞ്ഞാൽ ദാഹിക്കാതിരിക്കാൻ വല്ലതും കുടിക്കുക, വിശക്കുന്നതിന് വല്ലതും കഴിക്കുക എന്ന് പറഞ്ഞാൽ വിശക്കാതിരിക്കാൻ വല്ലതും കഴിക്കുക എന്നാണല്ലോ അർത്ഥം. എന്നതുപോലെ അറബിയിലുള്ളതാണ്. അൻ തഫ്അലു എന്ന് പറയും, അല്ലാ തഫ്അലു എന്നാണ് അർത്ഥം. അല്ലാതെ അത് ആവർത്തിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയ എന്തുകൊണ്ട് പറഞ്ഞില്ല ചോദിച്ചില്ല എന്നൊക്കെ പറയുന്ന അള്ളാഹു താല പിന്നെ ആവർത്തിക്കാൻ ഉപദേശിക്കുന്നു എന്ന് എന്തായാലും പറയില്ല എന്നും ഉറപ്പാണല്ലോ. അതിനെ തന്നെ മനസ്സിലാകും പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. യഅ്ലുക്കുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലി, ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. അബദൻ, ഒരു കാലത്തും ആവർത്തിക്കരുത് എന്ന്. അഥവാ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇനിയും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതെ നോക്കണം. അതുകൊണ്ട് തന്നെ ദുരാരോപണം ആവർത്തിക്കരുത് എന്നിവിടെ എടുത്തു പറയാനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ശിക്ഷ അർഹിക്കുന്ന എല്ലാവരെയും ശിക്ഷിക്കണമായിരുന്നു. അള്ളാഹു താല വിട്ടുവീഴ്ച ചെയ്താണ്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ ഫضലും അള്ളാഹിന്റെ കാരുണ്യവും കൊണ്ടാണ്. അല്ലെങ്കിൽ ആരോപണത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ ഒന്നാകെ ശിക്ഷിക്കണമായിരുന്നു. ഹദീസിൽ വന്നിട്ടുള്ളത് 3 ആളുകളെ ശിക്ഷിച്ചു എന്നാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തും മിസ്താബ് ബിൻ ഉസാസയും ഹംനയും ഒരു സ്ത്രീയെയും 2 പുരുഷന്മാരെയും ശിക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഡിബേറ്റബിൾ ആണ്, പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടൊരു സംഗതിയല്ല. എന്നാലും അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 3 ആളുകളെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. ഇതിന്റെ തലപ്പത്തിരുന്ന, എന്നാൽ പ്രത്യക്ഷത്തിൽ പിടികൂടാൻ തെളിവില്ലാതിരുന്ന, കാരണം വ്യഭിചാരോപണം ഒന്നും പറഞ്ഞിട്ടില്ല, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, മുഹമ്മദിന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ രാത്പാർത്തത വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നേർക്കുനേരെ നടപടിയെടുക്കാതെ കഴിഞ്ഞുകൂടാനുള്ള വഴിയൊക്കെ അയാൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷിച്ചിട്ടില്ല എന്നാണ് പ്രബലമായ റിപ്പോർട്ട്. എന്നാൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെയും അടിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. അത് അത്ര പ്രബലമല്ല. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ 3-4 ആളെ മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഉപദേശമാണ്, മേലാൽ ആവർത്തിക്കരുത്. യഅ്ലുക്കുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല ഇത്. അതുകൊണ്ട് മേലിൽ ആവർത്തിക്കരുത് എന്ന് താക്കീത് ചെയ്തിട്ട് നടപടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വയുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു ഈ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നു എന്നാണ്. നിങ്ങളെ ഉപദേശിക്കുകയും നിങ്ങൾക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളെയാണ് ഇവിടെ അലായാത്ത് എന്ന് പറഞ്ഞത്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അലീം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അറിയുന്നവൻ. ഹക്കീം, ആഴത്തിലും പരപ്പിലുമുള്ള, അഥവാ സമഗ്രവും സമ്പൂർണവുമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് കൽപ്പിക്കുന്നവൻ, നിർദ്ദേശിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം.
അങ്ങനെ എല്ലാം അറിയുന്നവനും യുക്തിമാനുമായ അള്ളാഹു ഇപ്പം ചെയ്യുന്നത് ശിക്ഷിക്കുകയല്ല, പകരം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്, മേലാൽ ആവർത്തിക്കരുത് എന്ന താക്കീതോടുകൂടി എന്നർത്ഥം. എന്നിട്ട് പിന്നെ ഇനി അശ്ലീലത വ്യാപിക്കുന്നതിനെതിരെയുള്ള കടുത്ത താക്കീത്, അതാണ് അടുത്ത ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.